ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. വിധി തന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താരൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പുണ്യജീവനെ താരൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. ആത്മാവിനച്ചാരമവകാശമായി തന്ന മഹത്വത്തിൻ രാജരാജാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. പാപനിവാരണനേ, എൻ പാപഭാരങ്ങളകറ്റിയോനേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ മനുഷ്യന് ലഭിക്കുന്ന വിലയേറിയ ഒരു സന്ദർഭമാണ് യേശുക്രിസ്തുവിൻ്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ കാണുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന തൻ്റെ മക്കളെ ദിനംതോറും വചനം തന്ന്, ആത്മാവിനെ തന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്ന്, പുതുക്കം തന്ന് നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം എപ്പോഴും തിരിഞ്ഞു നോക്കണം. ആ ഒരുക്കം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ഒരുക്കത്തിൻ്റെ പാതയിലാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിതം തുടങ്ങിയ വ്യക്തിയാണ്. എന്നാൽ ഇന്ന് ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെയാണോ? കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണോ എൻ്റെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം എപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എപ്പോഴും തെറ്റുപറ്റാവുന്നതും വീണു പോകാവുന്നതുമായ സാഹചര്യത്തിലും അതിനുള്ള ചുറ്റുപാടുകളെല്ലാമുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ദൈവവിതലിനെ എപ്പോഴും വീഴിക്കുവാൻ ജാഗരൂകനായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു പൈശാചികൻ്റെ വ്യാപാരത്തിൻ്റെ കീഴിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും കരുതലുള്ളവരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് കൂടെ ജീവിക്കാൻ നാം എപ്പോഴും ദാഹമുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാഹമാണ് യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. മനുഷ്യഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് ചേർന്ന് എനിക്ക് ജീവിക്കണമെന്നുള്ള ദാഹമുണ്ടെങ്കിൽ കർത്താവിന് നമ്മെ ജയാളികളായി നടത്താൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാതയിൽ നമ്മുടെ ജീവിതം തള്ളി നീക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഗലാത്യ സഭയിലെ വിശ്വാസികളെ നോക്കി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ ഓട്ടം തുടങ്ങിയവരായിരുന്നു, നിങ്ങൾ ഓട്ടം ഓടിക്കൊണ്ടിരുന്നവരായിരുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ തുടർന്ന് നാം വായിക്കുകയാണ്, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല ഓട്ടം ഓടി തുടങ്ങിയ, ദൈവത്തോടു കൂടെ ജീവിതം തുടങ്ങിയ അവരെ നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ ഓടി തുടങ്ങിയവരായിരുന്നു, നന്നായി ഓടിയവരായിരുന്നു, എന്നാൽ സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആരാണ് ഈ വഴിമധ്യത്തിൽ തടുത്തു കളഞ്ഞത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ്റെ ഓട്ടക്കളത്തിൽ പ്രതികൂലമുണ്ടാക്കുവാൻ, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുവാൻ, അവൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സം വരുത്തുവാൻ അധ്വാനിക്കുന്ന പിശാചിൻ്റെ വ്യാപാരമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു കാലത്ത് ഓട്ടമോടി തുടങ്ങിയ, നന്നായി ഓടിയിരുന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ഓട്ടം മാത്രമേ ഉള്ളൂ, അതോ സത്യത്തോടുകൂടെ ജീവിക്കുന്ന സത്യമായ യഥാർത്ഥമായ ഒരു ഭക്തി മാർഗം ഞാൻ പിന്തുടരുന്നുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു? ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ഹൃദയത്തിലെ ആ ഓട്ടത്തോടുള്ള ദാഹവും ആർത്തിയുമെല്ലാം അത് തടുത്തു കളയുവാൻ, അല്ലെങ്കിൽ അവനെ ആ ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ഈ ലോകമാകുന്ന ശക്തിയാണെന്ന് നമുക്ക് പറയുന്നാൽ പിശാചിൻ്റെ അധ്വാനം അതിനു വേണ്ടിയാണ്. എന്ത് പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ശക്തി അനുഭവിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ പിശാചിനോട് കൂടെയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികളിലാണ്, പാപത്തിൻ്റെ വഴികളിലാണ്. ഒരിക്കലും കർത്താവിനോടുകൂടെ ഒരു ഓട്ടമോടി തുടങ്ങിയെന്ന് പറയാൻ ഒരിക്കലും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ഇതൊന്നും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞാൽ ഒരിക്കൽ ഓട്ടം ഓടി തുടങ്ങിയ, നന്നായി ഓടിയവരുടെ ജീവിതത്തിലാണ് ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പിന്മാറ്റങ്ങളും പ്രിയപ്പെട്ടവരെ പരീക്ഷകളും സഹനങ്ങളും കഷ്ടതകളും എല്ലാം കടന്നു വരുന്നത്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാനിന്ന് നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണോ, അതോ സത്യത്തെ അനുസരിക്കാതെ എന്നെ ആരെങ്കിലും തടുത്തു കളഞ്ഞു എന്ന്? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ തടുത്തു കളയുന്ന, പുറകോട്ട് വലിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ചിലപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു വാക്കായിരിക്കാം, ഒരു ഉപദേശമായിരിക്കാം, ചിലപ്പോൾ നാം ഒരു പ്രസംഗം കേട്ടതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ പുറകോട്ട് വലിക്കുവാൻ സംശയത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പാകിയതായിരിക്കാം. ഒരുപക്ഷെ ദൈവമക്കളെ, ഇതൊന്നും പെട്ടെന്ന് നമ്മെ ആ ഓട്ടത്തിൽ നിന്ന് പുറകോട്ട് മാറ്റിയെന്നോ സത്യത്തെ അനുസരിക്കാതെ നമ്മെ തടുത്തു കളഞ്ഞു എന്ന് പറയുക. എന്നാൽ ദൈവമക്കളെ, പലതും നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് അതെല്ലാം വേര് പിടിച്ച് കാലക്രമേണ നമ്മെ ഈ ഓട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിരുതിൽ നിന്ന് നമ്മെ പുറകോട്ട് മാറ്റിക്കളയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം ചിന്തിക്കണം, ഞാനിന്ന് ഓട്ടമോടി ലക്ഷ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയാണോ, അതോ എന്നെ ആരെങ്കിലും പുറകോട്ട് തടുത്തു കളഞ്ഞ, പുറകോട്ട് വലിച്ചു കളഞ്ഞ ഉപദേശ പെശകുകളിലേക്ക്, അല്ലെങ്കിൽ സംശയ വിചാരങ്ങളിലേക്ക്, അവിശ്വാസ ചിന്തകളിലേക്ക് എൻ്റെ ഹൃദയം പുറകോട്ട് മാറിപ്പോകാൻ തക്കവണ്ണം എൻ്റെ ആത്മവീര്യം, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചിന്തകൾ, അവിശ്വാസ ചിന്തകൾ, ഉപദേശ പെശകുകൾ, സംശയ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീര്യം കെട്ടുപോകും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ലക്ഷ്യം തണുത്തു പോകും പ്രിയപ്പെട്ടവരെ. നാം ക്ഷീണമുള്ള ആത്മീയരായി മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഹൃദയത്തിൽ പലവിധമായ ചിന്താക്കുഴപ്പങ്ങൾ കടന്നു വന്ന് നാം ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ
നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇന്ന് യഥാർത്ഥമായ വഴികളിലാണോ ഓടുന്നത്? പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അപ്പോസ്തലൻ പറയുക, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ദൈവമക്കളെ, വളരെ വ്യക്തമായിട്ട് സംശയത്തിന് വകയില്ലാതെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം തന്ന കൽപ്പനയാകുന്ന ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ നീതീകരണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന്. കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. താഴോട്ട് വായിക്കുമ്പോൾ കാണാം, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട, കൃപയിൽ നിന്ന് വീണുപോയി എന്ന്. അത് ഈ ലോകപ്രകാരമുള്ളൊരു വീഴ്ചയല്ല പ്രിയപ്പെട്ടവരെ. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതൊരു ആത്മീയന്റെ പതനമാണ്. അത് ആത്മാവിന്റെ വീഴ്ചയാണ്. കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ക്രിസ്തുവിനോടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന്റെ കൃപയിൽ മറഞ്ഞ് ദൈനംദിന ജീവിതം നയിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അനേകരും ചിന്തിച്ചിരിക്കുന്നത് ചിലതെല്ലാം പ്രവർത്തിച്ച് ചിലതെല്ലാം കാട്ടിക്കൂട്ടിയാണ് നീതീകരണം ലഭിക്കുന്നത് എന്നാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, അത് യേശുക്രിസ്തുവിന്റെ കൃപയാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട, ഇന്ന് ബുദ്ധി സാമർഥ്യമുള്ള, പ്രിയപ്പെട്ട, ലോകപരിജ്ഞാനമുള്ള, ഒരു പ്രകടമായ പാപങ്ങളിൽ ജീവിക്കാത്ത മര്യാദ പാപികളെന്ന് പറയുന്ന അനേകർക്കും മനസ്സിലാകാത്തൊരു മർമ്മമാണതെന്ത്? ഈ സൗജന്യമായ നീതീകരണം, കൃപയാലുള്ള വീണ്ടെടുപ്പ്, ആത്മാവിന്റെ രക്ഷ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ മാത്രമാണ്. പ്രവൃത്തികളോ കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ പുണ്യപ്രവൃത്തികളോ ഒന്നും അതിന് മുഖാന്തരമല്ല എന്ന് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, അത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ദൈവമക്കളെ, ആ വെളിപ്പാട് കൃപയാണ് മനുഷ്യന് നൽകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, നാം വീണുപോയ ആത്മീയരാണോ എന്ന്. നാം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാറുണ്ടോ? ദൈവമക്കളെ, പുറകോട്ട് ചിന്തിക്കാറുണ്ടോ? ഞാൻ വീണുപോയോ, അല്ലെങ്കിൽ ഞാൻ ഇന്നലേക്കാളും ഇന്ന് പുറകോട്ട് മാറിപ്പോയിട്ടുണ്ടോ? എൻ്റെ ആത്മീയമായ തീഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്, എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്, ദൈവമക്കളോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. താഴോട്ട് വായിക്കാം. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ താഴോട്ട് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കൂട്ടം വീണ് കിടക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ കാത്തിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു വിഭാഗം കൃപയിൽ നിന്ന് വീണുപോയി കിടക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളോ വിശ്വാസത്താൽ കാത്തിരിക്കുന്നവരാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. കണ്ണ് കാണാത്തതിന് വേണ്ടി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്തതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് കാത്തിരിക്കുന്നത്? വിശ്വാസത്താലാണ് കാത്തിരിക്കുന്നതെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ കാത്തിരിക്കുന്നുവെന്ന്. ഒരു വിഭാഗം കൃപയിൽ നിന്ന് വീണ് കിടക്കുമ്പോൾ, അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് വീണു പോകുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആത്മാവിനാലാണ് ഒരു ദൈവവേദന കാത്തിരിക്കുന്നത്. ദൈവമക്കളെ, ഒരു ദൈവവേദനയുടെ ഉള്ളിൽ പ്രത്യാശ ലഭിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, നാം വീണുപോയവരുടെ കൂട്ടത്തിലാണോ അതോ വിശ്വാസത്താൽ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം, 5:8 വായിക്കാം. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. നിങ്ങൾ സത്യം അനുസരിക്കാതെ കൃപയിൽ നിന്ന് വീണുപോകാൻ തക്കവണ്ണം നിങ്ങളെ വഴിത്തെറ്റിലേക്ക് അനുസരിപ്പിച്ചത് അത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. പ്രിയപ്പെട്ടവരെ, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്,
ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയല്ല. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു മനുഷ്യനെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയില്ല. സംശയ ചിന്തയിലൂടെ നമ്മെ മുമ്പോട്ട് നടത്തുകയില്ല. അവിശ്വാസം കൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരിക്കലും നമ്മെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, താഴ്ത്തു വായിക്കാം. സാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അസാരം പുളിമാവ്. നമുക്കറിയാം, ഒരു മാവ് കുഴച്ചു വെച്ചാൽ പ്രിയപ്പെട്ടവരെ അതിൽ എത്രയോ ചെറിയൊരു അംശമാണ് പുളിപ്പ് ചേർക്കുന്നത്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. വായിക്കാം. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല. കാരണം അത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു കലത്തില് മാവ് കുഴച്ചു വെച്ചാൽ അതിലൊരു അല്പം പുളിപ്പ് ചേർത്താൽ മതി. അത് കുഴച്ച് ഭദ്രമായി അടച്ചു വെച്ചാൽ ഒരു സമയമാകുമ്പോൾ അത് പിണ്ടം മുഴുവനും പുളിച്ചു വരുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയാണ്, സദൂക്യന്മാരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന്. ദൈവമക്കളെ, എന്താണ് അവരുടെ ഉപദേശമാകുന്ന ആ പുളിച്ച മാവ്? സത്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്ന, ന്യായപ്രമാണത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന ആ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പരീശന്മാരുടെയും സാധൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പുളിപ്പ് അല്പമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നാൽ പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിയുമ്പോൾ നമ്മെ മുഴുവനും പുളിപ്പുള്ളവരാക്കി മാറ്റുമെന്ന് നാം മനസ്സിലാക്കണം. അല്പമായിട്ട് ചെറിയൊരു സംശയ വിചാരം, പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസ ചിന്ത, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് നാളുകൾ നമ്മെ ഭരിച്ച് അതെല്ലാം നമ്മെ പുളിപ്പുള്ളവരും ക്രിസ്തുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുമാക്കി മാറ്റുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തില് അതിന്റെ 5 മുതൽ വായിക്കാം. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ, നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പഴയ പുളിമാവിനെ, ആ ഉപദേശ പെസകാകുന്ന സത്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ആ പുളിമാവിനെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയണം. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല. ഇവിടെ എന്താണ് ഈ പുളിപ്പ്? അത് തിന്മയും ദുഷ്ടതയുമാണ്. സദൂക്യരുടെയും പരീശന്മാരുടെയും ഉപദേശമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ പുളിമാവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയണം. വായിക്കാം. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവനെ, സത്യവും സ്വച്ഛവുമായ പുളിപ്പില്ലായ്മ കൊണ്ട്, ഉപദേശ പെശകില്ലാതെ, അവിശ്വാസമില്ലാതെ, പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിലേക്ക് മാത്രം ഓടുന്ന, ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിക്കുന്ന ആ യഥാർത്ഥമായ പുളിപ്പ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കും. ദൈവമക്കളെ, ആ നമ്മുടെ പുളിപ്പുള്ള ജീവിതത്തെ, നമ്മുടെ അവിശ്വാസമുള്ള ഹൃദയത്തെ, തിന്മയും ദുഷ്ടതയുമുള്ള ഹൃദയത്തെ നമ്മെ ശുദ്ധീകരിക്കുവാൻ പുളിപ്പില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ പുളിപ്പില്ലാത്ത അപ്പം നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പഴയതാണ്, നമ്മുടെ ഹൃദയം പുളിപ്പുള്ളതാണ്, തിന്മയും ദുഷ്ടതയുമുള്ളതാണ്, അവിശ്വാസ ചിന്തയുള്ളതാണ്, ഇഷ്ടക്കുറവും മുഷിച്ചലുമുള്ളതാണ്, അശുദ്ധിയും അതിരാഗവും ഉള്ളതാണ്, മദ്യപാനവും വെറുക്കൂത്ത ചിന്തകളുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ക്രിസ്തുവാകുന്ന ആ പുളിപ്പില്ലാത്ത അപ്പമാകുന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ പുളിപ്പുള്ള അനുഭവങ്ങൾ, ആ പാപത്തിന്റെ അനുഭവങ്ങൾ എല്ലാം നമ്മിൽ നിന്ന് മാറ്റി നമ്മെ പുളിപ്പില്ലാത്തവരാക്കി മാറ്റും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നാം എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് ക്രിസ്തുവിൽ ഊന്നി ജീവിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം ചിന്തിച്ചു നോക്കണം.
എൻ്റെ ഹൃദയം ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു കുടിയിരിപ്പ് ഭവനമാണോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ദാഹമുണ്ട്, നമ്മൾ എത്ര പേര് കൊതിക്കുന്നുണ്ട് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വസിക്കാൻ തക്കവണ്ണം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന്, എൻ്റെ ഹൃദയത്തെ ഒന്ന് കഴുകണമേ എന്ന്, എനിക്കൊരു നിർമ്മല ഹൃദയം തരണമേ എന്ന്, കളങ്കം പറ്റാത്ത, അശുദ്ധി പറ്റാത്ത, കറ പറ്റാത്ത ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. ദൈവമക്കളെ, ഇതൊരിക്കലും മനുഷ്യന് നന്നാക്കാൻ കഴിയുന്നതല്ല. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കോ നിങ്ങൾക്കോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം നന്നാക്കാൻ കഴിയുകയില്ല, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ കഴിയുകയില്ല. എന്നാൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള, നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് നടത്താൻ കഴിവുള്ള, നമ്മെ തികവുള്ളവരാക്കി മാറ്റുവാൻ കഴിയുന്ന തേജസ്സിൻ്റെ ആത്മാവ് വസിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം താഴ്ത്തി ദൈവത്തോടുകൂടെ ജീവിക്കാൻ നമ്മെ സമർപ്പിക്കുമ്പോൾ, ദൈവമക്കളെ, പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപത്തിൻ്റെ മേൽ ജയം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവാണ് സത്യത്തിൻ്റെ പാതയിൽ ഒരു വിശ്വാസിയെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടോ? നമ്മെ തന്നെ താഴ്ത്തി കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വസിക്കാൻ തക്കവണ്ണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വസിക്കാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ലോകമാകുന്ന ഓട്ടക്കളത്തിൽ ഓടി ഇടക്കാലം കൊണ്ട് പ്രിയപ്പെട്ടവരെ നാം അസത്യത്തിലേക്കും അധർമ്മത്തിലേക്കും അനീതിയിലേക്കും വീണുപോയി നിത്യനാശത്തിലേക്ക് പോകുവാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ശോധന ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ആത്മാവിനെ കുറിച്ച് കരുതലുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുതെന്നുള്ള ആ നിഷ്ഠയും സമർപ്പണവും തീരുമാനവും നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് യഹോവയുടെ മഹത്വം, പ്രിയപ്പെട്ടവരെ, അത് അല്പാൽപമായി മാറി. അത് കെരൂബുകളുടെ മീതെ ഇരുന്നു, പിന്നെ ഉമ്മരപ്പടിക്കലിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം വായിക്കുന്നുണ്ട്, അതങ്ങ് ദൂരേക്ക് പറന്നുപോയി. ദൈവമക്കളെ, യഹോവയുടെ മഹത്വം, ദൈവമഹത്വം അത് അല്പാൽപമായി വിട്ടുപോകുന്നതാണ്, മനുഷ്യനിൽ നകന്നകന്നു പോകുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏലി പുരോഹിതൻ്റെ മക്കൾ രണ്ടും മരിച്ച്, ഏലി പുരോഹിതൻ മരിച്ച്, പ്രിയപ്പെട്ടവരെ, ഏലി പുരോഹിതൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈഖാബോധ്, മഹത്വം പോയിപ്പോയി എന്ന്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ദൈവമഹത്വം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയോ? ദൈവമഹത്വം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയോ? പ്രിയപ്പെട്ടവരെ, മഹത്വം പോയിപ്പോയ അനുഭവത്തിലാണോ നാം ആയിരിക്കുന്നതെന്ന്? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് മഹത്വം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 4:7-8 നമുക്ക് വായിക്കാൻ. യെരൂശലേമിന്റെ മതിലുകൾ അറ്റോറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. മനസ്സിലാക്കണമെന്ത്? ദൈവത്തിന്റെ ആലയത്തിന്റെ ഇടിവുകള്, യെരൂശലേമിന്റെ മതിലുകളുടെ ഇടിവുകള് എല്ലാം കേടുപോക്കി, എല്ലാം പഴയതുപോലെ ഭദ്രമാക്കി എന്ന് കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ സ്തോത്രം, സൻബലത്തും തോബിയാവും അരാമ്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് കോപമുണ്ടായി എന്ന്. ദൈവമക്കളെ, അവരാരും ചിന്തിച്ചില്ല ഇത് ഈ ദൈവജനം ഇനി പണിയുമെന്ന്. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ മതിലുകളുടെ ഇടിവുകൾ തീരുമ്പോൾ, കേടുപാടുകൾ തീരുമ്പോൾ, നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പിശാച് അലറുന്ന സിംഹമായി നമ്മുടെ പിന്നാലെ നിൽക്കുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട്, അപ്പോസ്തലൻ പറയാണ്, ചെമ്പുവനക്കാരനായ അലക്സാണ്ടർ, അവൻ എന്റെ പ്രസംഗത്തോട്
അത്യന്തം എതിർത്ത് നിന്നു. ദൈവമക്കളെ, ആത്മാവ് പ്രസംഗിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ, പ്രിയപ്പെട്ട സ്വർഗത്തിലെ വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോൾ എൻ്റെ പ്രസംഗത്തോടവൻ അത്യന്തം എതിർത്ത് നിന്നു. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ഈ പ്രസംഗം കേൾക്കുമ്പോൾ, സത്യത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിനോട് ചേർന്നാണോ നിൽക്കുന്നത്? അതോ നമ്മുടെ ഹൃദയത്തിൽ എതിർപ്പിൻ്റെ മനോഭാവമുണ്ടോ, സംശയത്തിൻ്റെ മനോഭാവമുണ്ടോ, ഭിന്നതയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന്? ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13:7-8 നമുക്ക് വായിക്കാം. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അവർ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ദേശാധിപതി ദൈവമക്കളെ വിളിച്ചു വരുത്തി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എലീമസ് എന്ന വിദ്വാൻ, ദൈവത്തിന്റെ സ്തോത്രം, അവൻ പിശാചിന്റെ കരങ്ങളിലിരുന്നവനായിരുന്നു. അവൻ ആ ദേശാധിപതിയുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, എക്കാലത്തും ദൈവമക്കളുടെ വിശ്വാസം മറിച്ചു കളയുവാൻ, അവരെ വീഴിച്ചു കളയുവാൻ, അവരെ തകർത്ത് കളയുവാൻ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിശാചുള്ള ദുഷ്ടലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകുമെന്ന്. ദൈവമക്കളെ, അപ്പോസ്തലന്റെ ജീവിതത്തോട് ചേർത്താണ് പറയുന്നത്. ഇവിടെ എനിക്ക് അംഗീകാരമില്ല, ഇവിടെ എനിക്ക് സ്ഥാനമാനങ്ങളില്ല, ഇവിടെ കഠോരമായ എതിർപ്പുകളും പീഡകളും, പ്രിയപ്പെട്ടവരെ, പലവിധമായ ശിക്ഷാവിധികളും എല്ലാ അപ്പോസ്തലൻ ഏറ്റുവാങ്ങി. അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 അടി 5 വട്ടം ഞാൻ കൊണ്ടുവന്ന്, ഞാൻ മൃഗയുദ്ധം ചെയ്തു എന്ന്, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കരയിലെ ആപത്ത്, പ്രിയപ്പെട്ടവരെ, പലവിധമായ പീഡകളും പ്രതികൂലങ്ങളും എതിർപ്പുകളും എല്ലാം സഹിച്ച് ഞാൻ യേശുക്രിസ്തുവിന്റെ വേല ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പ്രതിഫലമുണ്ട് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ നടത്തി നമ്മ കുരിശിലേക്കൊന്ന് നോക്കിയേ. ഇന്നത്തെ ഓട്ടത്തിനും ഇന്നത്തെ അധ്വാനത്തിനും സഹോദര, ഇന്നത്തെ ഒറ്റപ്പെടുത്തലുകൾക്കും, പ്രിയപ്പെട്ട സഹോദര, വഴിതെറ്റിക്കുന്ന ഈ സാഹചര്യങ്ങളിലൂടെ നിന്നെ നടത്തുമ്പോഴും, ദൈവത്തിലെ അനേകര് നിന്നെ പുറകോട്ട് വലിക്കുമ്പോഴും, നിന്റെ ഭാര്യ പോലും നിനക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും, നിന്റെ മക്കളെല്ലാം നിന്നെ എതിർക്കുമ്പോഴും, സഹോദര, സമൂഹത്തിൽ നിന്നും നീ നിൽക്കുന്ന സഭകളിൽ നിന്നും അനേകമായ പീഡകളും എതിർപ്പുകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും എല്ലാം വരുമ്പോഴും, ദൈവത്തിലെ നീ ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിന്റെ നാളില് എനിക്കും നിങ്ങൾക്കും ദൈവവേല ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് കാത്തിരിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.